നമസ്തേ. കേരള എഞ്ചിനീയറിംഗ് ബി.ഫാം പ്രവേശന പരീക്ഷ മെയ് 17-ന് ce.kerala.gov.in എന്ന കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അഡ്മിറ്റ് കാർഡുകൾ പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ബിടെക് പ്രവേശനത്തിനാണ് മെയ് 17 രാവിലെ പേപ്പർ 1-ഉം ഉച്ചകഴിഞ്ഞ് പേപ്പർ 2-ഉം നടക്കുന്നത്. പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും മാർക്കിൻ്റെയും +2 മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് ബിടെക് പ്രവേശനം. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ബി.ഫാം കോളേജുകളിൽ മെയ് 17-ന് രാവിലെ നടക്കുന്ന പേപ്പർ 1-ൻ്റെ മാർക്കിനനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡുകൾക്കായിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് എന്ന ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ ഒരു വാലിഡ് ID പ്രൂഫുമായിട്ടാണ് മെയ് 17 എക്സാം സെൻറ്ററിലേക്ക് പരീക്ഷയ്ക്കായിട്ട് പോകേണ്ടത്. ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ കാൻഡിഡേറ്റിൻ്റെ പേരിലോ ഏതെങ്കിലും അപാകതകൾ ഉണ്ടായിട്ട് മെയ് 2 അത് പരിഹരിച്ചില്ല എങ്കിൽ അവർക്ക് ഇപ്പോഴും മെമ്മോ ഡീറ്റെയിൽസ് ആണ് അവരുടെ അഡ്മിറ്റ് കാർഡുകൾ തൽക്കാലത്തേക്ക് വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുകയാണ്. ആപ്ലിക്കേഷനിൽ ഫോട്ടോ, സിഗ്നേച്ചർ, കാൻഡിഡേറ്റിൻ്റെ പേര് എന്നിവയിൽ അപാകതകൾ ഉള്ളവർ മെയ് 8 മുമ്പായി അവ പരിഹരിച്ചു കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും മെയ് 17 പരീക്ഷ എഴുതുവാനും സാധിക്കും. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിച്ച എഞ്ചിനീയറിംഗിനും ബി.ഫാമിനും അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികളും അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമാണോ എന്ന് പരിശോധിക്കുകയും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. മെയ് 17-നാണ് പരീക്ഷ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.